പ്രൈസിലാണ്. ഇന്ന് സെപ്റ്റംബർ 21. ഇന്ന് എനിക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു ദിവസമാണ്. വിശുദ്ധ മത്തായി ശ്ലീഹയുടെ തിരുനാൾ ആഘോഷിക്കുന്ന, ഈസ്റ്റർ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഇന്ന് എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായത്, ഇന്ന് നമ്മുടെ ജേക്കബ് തൂങ്ങൽ പിതാവിൻ്റെ മരണാനന്തര ചടങ്ങിൻ്റെ ഒന്നാം ഘട്ടത്തിൽ തൃശ്ശൂർ രൂപതയിലെ ബിഷപ്പ് ഹൗസിൽ നമുക്ക് പോകാനുണ്ടായി. അപ്പോൾ ഞാൻ ഓർത്ത് നിൽക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ വിശുദ്ധ മാത്യൂസ് ചുങ്കക്കാരനായിരുന്നു, ചുങ്കസ്ഥലത്തിരിക്കുകയായിരുന്നു. അതുവഴി കടന്നു പോകുന്ന യേശുനാഥൻ യാത്രാമധ്യേ മാത്യൂസിനെ കണ്ടപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് മാത്യൂസിനെ ക്ഷണിക്കാൻ, മാത്യൂസ് അരികിലേക്ക് വരും. ഉടനടി തൻ്റേതായിട്ടുള്ള പശ്ചാത്തലവും തൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് തന്നെ വിളിച്ച യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യുവാനായിട്ട്, തന്നെ വിളിച്ച യേശുവിൻ്റെ കൂടെ സകലതും ഉപേക്ഷിച്ച് അനുഗമിക്കാനായിട്ട് തീരുമാനമെടുത്ത വിശുദ്ധ മത്തായി ശ്ലീഹയുടെ ഈ തിരുനാൾ ദിനത്തിൽ ഞാൻ ബിഷപ്പ് ഹൗസിൽ വെച്ചിട്ട് ഒന്ന് പിതാവിൻ്റെ ജീവിത ശൈലിയും എന്നിൽ പിതാവ് പകർന്ന ദൈവിക ചിന്തകൾ അല്ലെങ്കിൽ ദൈവിക അനുഭവങ്ങൾ ഇന്ന് പിതാവിനും കുടുംബശരീരത്തിൻ്റെ അരികെ നിൽക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് ദൈവം കടത്തിവിടുകയായിരുന്നു. എൻ്റെ ഫീസ്റ്റ് ദിനത്തിൽ എനിക്കൊരു ഗിഫ്റ്റായിട്ട് ഞാൻ തുടങ്ങുന്ന ഇതൊക്കെ ഈ പ്രസ്ഥാന സംവിധാനങ്ങളൊക്കെ പുനർജീവനും മെഡിസിനേഴ്സ് ഒക്കെ തുടങ്ങുന്ന കാലഘട്ടത്തിൽ ബിഷപ്പ് പിതാവിൻ്റെ അരികിലേക്ക്, തുമ്പി പിതാവിൻ്റെ മണവളിൽ താമസിക്കുന്ന ആ സെൻറ്ററിലേക്ക് പലപ്പോഴും ക്ഷണിക്കാനൊക്കെ പോകുമായിരുന്നു. ഇതിലേക്കായിരുന്നു രണ്ടാം തവണ ചെല്ലുമ്പോൾ ഈ സർവീസിനെ കുറിച്ചും ഈ ശുശ്രൂഷയെ കുറിച്ചൊക്കെ പങ്കുവയ്ക്കുമ്പോൾ പിതാവ് എനിക്കൊരു നിർദ്ദേശം നൽകുകയുണ്ട്. അത് മറ്റൊന്നുമല്ല, പിതാവ് പറയായിരുന്നു, മോനെ, ഈ വഴിയിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ, അത് പരിപൂർണത വരണമെങ്കിൽ, അതിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ വ്യക്തമായിട്ടും ഒരു പ്രായശ്ചിത്തം, പരിത്യാഗം, പ്രാർത്ഥന നിന്നിലുണ്ടാവണം. അത് നീ പരിശീലിച്ചെടുക്കണം. അതിനെ തുടർന്ന് അതിൻ്റെ അനുഭവങ്ങളിലൂടെ തുടർന്ന് രണ്ടാമത്തെ ഘട്ടം പറഞ്ഞു തരികയാണ്, മറ്റുള്ളവരിൽ പ്രായശ്ചിത്തവും പരിത്യാഗവും പ്രാർത്ഥനയും ഒക്കെ അവരുടെ ജീവിതത്തിലെ ആത്മീയ സമാധാനവും സന്തോഷവും സംതൃപ്തിയും മറ്റുള്ളവരുടെ ജീവിതത്തിലും പ്രായശ്ചിത്തവും പരിത്യാഗവും പ്രാർത്ഥനയും കാണുവാനുള്ള തരത്തിലേക്ക് വളരണം. മൂന്നാം ഘട്ടം പറയുകയാണ്, മൂന്നാം ഘട്ടം മോനെ, അതിൻ്റെ വളർച്ചയുടെ മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നിന്നിലൂടെ ദൈവം പലപ്പോഴും പ്രായശ്ചിത്തവും പരിത്യാഗവും പ്രാർത്ഥനയൊക്കെ കടത്തിവിടുന്നതും കടന്നു പോകുന്നതും ചേർത്ത് പിടിക്കുന്നതുമൊക്കെ കാണുവാൻ നിനക്ക് സാധിക്കും. അങ്ങനെ 3 ഘട്ടം കടക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരിലും കൂടുതൽ പ്രായശ്ചിത്ത പരിത്യാഗ പ്രാർത്ഥനയിലൂടെ തൻ്റെ ജീവിതം സമർപ്പണ ജീവിതമായി മാറുന്നതും ആ സമർപ്പണ ജീവിതത്തിലൂടെ എണ്ണിയാ തീരാത വേദനകളിലേക്കും സമൂഹത്തിലേക്കും ആളുകളിലേക്കൊക്കെ തൻ്റെ ജീവിത സുഖ സൗകര്യങ്ങൾക്ക് അപ്പുറത്ത് മറ്റുള്ളവരുടെ വേദനകൾക്കും മറ്റുള്ളവരുടെ സാഹചര്യങ്ങൾക്കും ഒരു ആശ്വാസമായിട്ട് മാറുമ്പോൾ അവരിൽ കാണുന്ന ആ വലിയ ദൈവിക ചൈതന്യം നിന്നെ തന്നെ പ്രകാശിപ്പിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതിനാൽ മോനെ, ഒരിക്കലും ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ എന്ത് നേടിയെന്നതിലുപരി എന്ത് പേരോ പ്രശസ്തിയോ അല്ല വേണ്ടത്, ഒരിക്കലും കൈവിടാത്ത പ്രായശ്ചിത്തം, പരിത്യാഗം, പ്രാർത്ഥന. ഈ 3 ആത്മീയ ചൈതന്യം നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരിലും നമ്മളിലൂടെ ദൈവം അത് നമുക്ക് അനുഭവിക്കാൻ ഒരുക്കുന്നതും കാണുമ്പോൾ മാത്രമേ ഈ യാത്രയെ ഫലവത്താവുള്ളൂ. അന്നൊന്നെങ്കിൽ പൂർണ്ണമായിട്ട് മനസ്സിലായിരുന്നില്ല. എന്നാൽ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് 3 ഘട്ടം ഇങ്ങനെ കടന്നു പോയി തുടങ്ങിയപ്പോൾ ഇന്നത്തെ കാലത്ത് ഇന്ന് ഞാനിവിടെ എത്തി നിൽക്കുമ്പോൾ ഈ പുനർജീവനിലെ മക്കളിലെയും സമൂഹത്തിൽ വേറിട്ട ത്യാഗങ്ങളും പ്രായശ്ചിത്തവും പരിത്യാഗവും ഒക്കെ ജീവിതത്തിലൂടെ കടന്നുപോയി തുടങ്ങിയപ്പോൾ ഇന്ന് ഞാൻ തൂങ്ങൽ പിതാവിൻ്റെ ആ മൃതശരീരത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മടിയിൽ ഒരുക്കപ്പെട്ട് കിടക്കുന്ന ഒരു പിതാവിനെയാണ് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് കാണുവാനായിട്ട്
സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കൂടുതൽ തീഷ്ണതയിൽ ജീവിക്കുവാൻ നമുക്ക് പിതാവിൻ്റെ സ്വർഗത്തിലിരുന്നിട്ടുള്ള ആ സാന്നിധ്യം നമുക്ക് ആത്മീയ കാഴ്ചയോടെ കാണാം. ഈ സെയിൻറ്റ് മാത്യൂസിൻ്റെ ഈ ഫീസ്റ്റ് ദിനത്തിൽ മാത്യൂസ് പേരുള്ള ഈ എളിയവനെ ഇത്രയും നല്ലൊരു ഗിഫ്റ്റ്, ഇത്രയും നല്ലൊരു കാഴ്ചപ്പാട് നൽകിയ ദൈവത്തിന് ഒത്തിരി നന്ദിയോടെ എല്ലാവർക്കും പ്രാർത്ഥനയുടെയും പഥ്യത്തിൻ്റെയും പരിചാരത്തിൻ്റെയും ആത്മീയ അനുഭവങ്ങൾ നിറയുവാൻ ഇടയാകട്ടെ. എല്ലാവർക്കും വിശുദ്ധ മത്തായി ശ്ലീഹായുടെ ഫീസ്റ്റിൻ്റെ ആശംസകൾ. പ്രൈസ് ദി ലോർഡ്.